ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാലുശ്ശേരിയിൽ വിജയിക്കും. അതിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഞാനും വിജയിക്കും. കോഴിക്കോട് ജില്ലയിൽ 2 യുവ നേതാക്കൾ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് ബാലുശ്ശേരി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. UDF വേണ്ടി VT സൂരജ് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റും മത്സരിക്കുന്നു. ഇങ്ങനെ 2 യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം ശക്തമാണ്. ഈ പോരാട്ടത്തിൻ്റെ വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സച്ചിൻ ദേവ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇത്തവണ എതിർ സ്ഥാനാർത്ഥി ഒരു യുവാവാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഏതെങ്കിലും നിലയിലുള്ള മത്സരമല്ലല്ലോ, നമ്മൾ 2 നയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്, നമ്മുടെ വികസന നയം, ആ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. കേരളത്തിലെ ഇതുവരെയുള്ള അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. 10 വർഷക്കാലത്തെ വലിയ വികസന നേട്ടങ്ങൾ, ലോകമാകെ ശ്രദ്ധിക്കുന്ന വലിയ മുന്നേറ്റം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടായി. അപ്പോൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ്, അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. ബാലുശ്ശേരി പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച ഒരു കോട്ടയാണ്. ഇത്തവണയും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ബാലുശ്ശേരി ചിന്തിക്കും. മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ണാണ് ബാലുശ്ശേരി. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള മണ്ണാണ്. പഴയ കാലത്തായിരുന്നെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് ബാലുശ്ശേരി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇന്നും നല്ല വേരോട്ടമുള്ള, നല്ല അടിത്തറയുള്ള പ്രദേശമാണ് ബാലുശ്ശേരി. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു തരത്തിലുമുള്ള ഒരു പ്രയാസം ബാലുശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ച് വരുന്നില്ല. മാത്രമല്ല, ഇടതുപക്ഷ കോട്ട എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയാകുന്ന മണ്ഡലമാണ് ബാലുശ്ശേരി. അതുകൊണ്ട് മറ്റ് ആശങ്കയുടെയോ ആശയക്കുഴപ്പത്തിൻ്റെയോ പ്രശ്നമൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. കഴിഞ്ഞ തവണയൊക്കെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ സംവദിക്കുന്നത്. വികസനം തന്നെയാണ്. ജനങ്ങൾ തീർച്ചയായും വികസനവും ജനക്ഷേമകരമായ ഗവൺമെൻറ്റിൻ്റെ നടപടികളും, ഇത് രണ്ടുമാണ് പ്രധാനം. മറ്റെല്ലാം താൽക്കാലിക രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി ഉയർന്നു വരുന്ന കാര്യങ്ങളാണ്. പ്രധാനമായും ജനങ്ങൾ ഊന്നൽ നൽകുന്നത്, ജനങ്ങൾ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണുന്നത് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നു, എന്തെല്ലാം ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്താനായി, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ, മാറ്റമുണ്ടായിട്ടുണ്ടോ, അതിൽ പ്രത്യേകിച്ച് ഏറ്റവും പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തിലുണ്ടായ വളർച്ച, വലിയ ഉയർച്ച, അതിൻ്റെ മാറ്റം, ഇതാണ് ജനങ്ങൾ വിലയിരുത്തുക. ഇത് വിലയിരുത്തുന്നത് കൊണ്ടാണ് 2016 മുതൽ 21 വരെയുള്ള കാലത്ത് LDFും തുടർന്ന് 21-ൽ വീണ്ടും മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനായത്. ആ വിലയിരുത്തലാണ് 26-ൽ വരാൻ പോണത്. അതിലൊരു മാറ്റമുണ്ട്. വീണ്ടും ഒരു തുടർഭരണമായിരിക്കും കേരളത്തിലുണ്ടാവുക. പക്ഷേ UDF ബാലുശ്ശേരിയിലെ കണക്കുകൾ വെച്ച് അവർ പറയുകയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ബാലുശ്ശേരിയിൽ അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തവണ കോഴിക്കോട് പിടിക്കുന്ന മണ്ഡലങ്ങളൊന്ന് ബാലുശ്ശേരി ആയിരിക്കും. അവരുടെ ആത്മവിശ്വാസത്തിന് എങ്ങനെയാണ് കാണുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019-ലും UDF മുന്നിലായിരുന്നു. ബാലുശ്ശേരി മണ്ഡലത്തിൽ ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും മുന്നിലായിരുന്നു. നിങ്ങളുടെ അടുത്ത കണക്കൊക്കെ ഉണ്ടാവും. 2021-ൽ 21,000 വോട്ടോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ സീറ്റ് നില പരിശോധിച്ച് കഴിഞ്ഞാൽ LDF മുന്നിലാണ്. ചില പഞ്ചായത്തുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല. ചില ചെറിയ ന്യൂനതകൾ കാരണം ചില പഞ്ചായത്തുകൾ 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ UDFൻ്റെ ചില പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു. ഒരു പഞ്ചായത്ത് തുല്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കും. നല്ല നിലയിലേക്കുള്ള ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ തെരഞ്ഞെടുപ്പുകളെ വിശകലനം ചെയ്യുന്നവരാണല്ലോ പ്രധാനമായി മാധ്യമ പ്രവർത്തകരെല്ലാം. അപ്പോൾ ഈ ഓരോ തെരഞ്ഞെടുപ്പുകളും വിശകലനം ചെയ്യുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ പ്രകടമാക്കുന്ന വ്യത്യസ്തമായ നിലയിലേക്കുള്ള സമീപനമുണ്ട് വോട്ടിൻ്റെ കാര്യത്തിൽ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും. 4-ന് സച്ചിൻ ദേവ് തുടരും, ഇടതുഭരണവും തുടരും, അങ്ങനെയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാലുശ്ശേരിയിൽ വിജയിക്കും. അതിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഞാനും വിജയിക്കും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ആശംസകൾ. സച്ചിൻ ദേവ് വലിയ ആത്മവിശ്വാസമാണ് ബാലുശ്ശേരിയിൽ പ്രകടിപ്പിക്കുന്നത്. ബാലുശ്ശേരി ഇടതു കോട്ടയാണ്. മാത്രമല്ല, UDF പറയുന്നത് പോലെ ലോക്സഭയിലെയും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ മെയ് 4-ന് ഇടതുപക്ഷ മുന്നണി ബാലുശ്ശേരിയിലും വിജയിക്കും, കേരളത്തിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.